എല്ലാ അർത്ഥത്തിലും മലയാള സിനിമയിലെ നാഴികക്കല്ലായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രം. ദൃശ്യവും ശബ്ദവും കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഈ ചിത്രമായിരുന്നു വൈരം എന്ന പ്രതിഭയുടെ അവസാന ചിത്രം. കുട്ടിച്ചാത്തൻ്റെ ഡബിൾ പോസിറ്റീവ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെ പറ്റി ചോദിക്കും. അതുപോലെ തന്നെ ഓരോ ജോഗ്രഫി നമ്മൾ വിഷ്വലി കാണുന്നതല്ലാതെ അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ, ഈ ഫ്രെയിമിന് അപ്പുറത്തേക്ക് പാൻ ചെയ്താൽ എന്താണ് അവിടെ ഉണ്ടാകുക. അപ്പോൾ ഇത്തരം ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പം അന്ന് എന്നെ സംബന്ധിച്ച് ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് അന്ന് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ മകനും പുള്ളിയുടെ അസിസ്റ്റൻസും ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി ഇതിനകത്ത് ഓരോ കഥാപാത്രങ്ങളായിട്ട് ഇവരെ അങ്ങ് ഫിക്സ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ദിലീപ് താഹിലിൻ്റെ ക്യാരക്ടർ പറയുമ്പം സച്ചിയോട് പറഞ്ഞു, നീയാണ് ഈ കൊച്ചിൻ്റെ അച്ഛൻ. അങ്ങനെ ഓരോരുത്തർക്കും ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെ അങ്ങ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെ കൗതുകം ഉണ്ടാക്കിയൊരു സംഗതിയാണ്. പിന്നെ ഈ എഫക്ട്സ് എടുക്കുന്നതിന് മുമ്പ് എനിക്കൊന്നൊരു 3-4 പ്രാവശ്യം പുള്ളി ഈ സിനിമ ഇങ്ങനെ കാണുന്നുണ്ട്. നമ്മൾ ഡബ്ബിങ് നടക്കുമ്പോൾ കൂടെ ഒന്ന് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചിത്രാഞ്ജലി തിരിച്ചു വരുമ്പോൾ എന്നെ കൂടെ വിളിച്ച് ഈ സ്പോട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങും. ഇറങ്ങി പിന്നെ നേരെ ഒരു നടപ്പാണ്, അമൃത വരെയാണ് നടക്കുന്നത്, പക്ഷേ സ്റ്റാച്ചു വഴിയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ക്യൂരിയോസിറ്റി എന്ന് വെച്ചാൽ പുള്ളിയുടെ ഈ നടപ്പിലുള്ള എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഫാൻസി സ്റ്റോറുകളിൽ കയറുക. അപ്പോൾ ഒരു കമ്മലെടുക്കും, എന്നിട്ട് അവിടെ ഇങ്ങനെ നിന്ന് കമ്മലിങ്ങനെ കിളുക്കി നോക്കും. അപ്പം കുറേ കമ്മലുകൾ എടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം ബേബി സോണിയുടെ കമ്മൽ ഇതായിരിക്കും എന്ന് പുള്ളി അങ്ങനെ ഓരോരുത്തരെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓരോ വളകൾ, അപ്പോൾ ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് സെലക്ട് ചെയ്യുന്നില്ല, പല പല പ്രോസസ്സിലൂടെയാണ് ഈ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അവരിട്ടിരുന്ന ആഭരണങ്ങൾ, അവരുപയോഗിച്ചിരുന്ന ടോയ്സ്, ഇതിങ്ങനെ എല്ലാ കടകളിലും കയറി നമ്മളൊരു 5 മണിക്ക് നടക്കുന്ന യാത്ര ഒരു രാത്രി 10 മണി വരെ ഇങ്ങനെ പല പല കടകളിൽ കയറുക. വഴിയിൽ കാണുന്ന ഈ റോഡിലേക്ക് കിടക്കുന്ന ചില പാട്ടുകളും കാര്യങ്ങളും അത് കണ്ട് അതും പെട്ടെന്ന് എടുത്ത് അവിടെ നിന്നിട്ട് കുലുക്കി നോക്കുക, അല്ലെങ്കിൽ തട്ടി നോക്കുക. വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പുള്ളി ഒക്കറീന എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ആ ഇൻസ്ട്രുമെൻറ്റ് കാണുന്നത്. അതൊരു പോസ്റ്റ് ലൈൻ കൊണ്ടുണ്ടാക്കിയതാണ്, പല പല ഡിഫറെൻറ്റ് ഹോൾസ് ഉള്ളതാണ്. ഈ ഒക്കറീന തന്നെ ആ കുട്ടിച്ചാത്തൻ പടത്തിൽ എഫക്റ്റിന് വേണ്ടി പലയിടത്ത് പുള്ളി അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ എക്സ്പെഷ്യലി ഇപ്പോൾ ഒരു കുക്കു ക്ലോക്ക് ഉണ്ടെങ്കിൽ ആ കുക്കു ക്ലോക്കിൻ്റെ ശബ്ദം ഉപയോഗിക്കത്തില്ല. അപ്പം ഇളയരാജയുടെ മ്യൂസിക്കാന്ന് അറിയാം. അപ്പോൾ അതൊക്കെ പുള്ളി മ്യൂസിക് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറയും, അതിൻ്റെ ശ്രുതി ചേർന്നിട്ട് ചെയ്യാറുള്ളൂ. അപ്പം മ്യൂസിക്കുള്ള പോർഷൻസിൽ ഈവൻ കൊലുസിൻ്റെ ശബ്ദം പോലും വളകൾ പോലും പുള്ളി അങ്ങനെയുള്ളത് മ്യൂസിക് അവിടെ ഉണ്ടാവും എന്നുള്ള ആൻറ്റിസിപ്പേഷനിൽ അതിൻ്റെ ശ്രുതി കേൾക്കുന്നിടം വരെ പുള്ളി വെയിറ്റ് ചെയ്യും. 10-20 പെട്ടി ആയിട്ട് വരും ഇവർ. ആ ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് ഇവരുടെ തന്നെയാണ് ഈ പെട്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പെട്ടിക്കകത്തുള്ള സാധനങ്ങൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോയാൽ അതൊരു വല്ലാത്തൊരു ലിസ്റ്റാണ്. ടൈപ്പ് റൈറ്റർ തുടങ്ങി ചില കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾ, കസേരയുടെ പാർട്സ്, ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ സാധനത്തിൻ്റെ സൗണ്ട് ഉപയോഗിക്കുന്നത് കസേരയ്ക്ക് വേണ്ടിയിട്ടല്ലായിരിക്കും ചിലപ്പോൾ. ഈ പടത്തിൽ ഒരു സൈക്കിൾ റിക്ഷ പോകുമ്പോൾ അതിൻ്റെ സൗണ്ടിന് ഉപയോഗിച്ചത് ഒരു ടൈപ്പ് റൈറ്ററിൻ്റെ എന്തോ ഒരു സ്പ്രിങ്ങാണ്. ഇപ്പോൾ കുട്ടിച്ചാത്തൻ തന്നെ അതിനകത്ത് ആ ഒരു ഡോർ ഓപ്പണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ശരിക്കും ഒരു ചെറിയ നമ്മുടെ ഈ എന്താ പറയുക വിജാവരിയില്ലേ, ഒരു ചെറിയ വിജാവരി വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പിടിച്ചിട്ട് ആ കൈ കൊണ്ടുള്ള അതിൻ്റെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയോ അങ്ങനെ എന്തോ ഒരു പുള്ളിക്ക് മാത്രം അറിയാവുന്ന ഒരു ട്രിക്കാണ്. അല്ലെങ്കിൽ ഒരു വലിയ വാതിൽ ഉണ്ടാക്കി വെച്ചിട്ട് തുറന്നാൽ ചെറിയൊരു വിജാവരി പോലെ സാധനം വെച്ച് അതിൻ്റെ കൂടെ എന്തോ ആഡ് ചെയ്ത്, അപ്പോൾ അതിനൊരു റിസർച്ച് നടത്തിയിട്ടുണ്ട്. അതായത് ഈസിയായിട്ട് തുറക്കാൻ പാടില്ല, അപ്പോൾ തുരുമ്പ് വേണം, അപ്പോൾ ആ തുരുമ്പ് ഉള്ള സാധനം തപ്പിയെടുത്തിട്ടുണ്ടാവണം. പക്ഷെ അത് ഹോൾഡ് ചെയ്ത് അതേ സാധനം വെച്ച് നമ്മൾ തുറന്നാൽ ആ ശബ്ദം കിട്ടത്തില്ല. 1986 നവംബർ 17 താളങ്ങളുടെയും ശബ്ദങ്ങളുടെയും ലോകത്തു നിന്നും ഈ മാന്ത്രികൻ യാത്രയായി. എത്ര സാങ്കേതിക വൈദഗ്ധ്യം പ്രകടിപ്പിച്ചാലും അന്തിമ വിധികർത്താവ് സംവിധായകൻ തന്നെയാണ്. അതുകൊണ്ടാണ് മികച്ച സംവിധായകരുടെ ചിത്രങ്ങളിൽ മികച്ച ശബ്ദലേഖനം ഉണ്ടാകുന്നത്. സൗണ്ട് എഞ്ചിനീയറുടെ റോളും ഇവിടെ നിർണായകമാണ്. പഥേർ പാഞ്ചാലിയിലെ മഴ, എലിപ്പത്തായത്തിലെ തട്ടിൻപുറത്തെ ശബ്ദങ്ങൾ, ശ്യാം ബെനഗലിന്റെ പീരീഡ് ചിത്രങ്ങളിലെ ശബ്ദ സൂക്ഷ്മത, ഇതെല്ലാം ആ സംവിധായകരുടെ കയ്യൊപ്പ് കൂടിയാണ്. സ്വയംവരത്തിന് തന്നെയും ഈ അതാത് ലൊക്കേഷനിലുള്ള ശബ്ദത്തിനപ്പുറം പോയിട്ടുള്ള പല ശബ്ദങ്ങളും നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പോയി റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ട്രെയിന്, തിരമാലകൾ തുടങ്ങി പല പ്രത്യേക ശബ്ദങ്ങൾ. കുടിയേറ്റത്തിലെ ശബ്ദങ്ങളെല്ലാം തന്നെ ഞാൻ നേരിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അതിലെ എല്ലാ ശബ്ദങ്ങളും, അതിലെ ഡബ് ചെയ്ത പിന്നെ ആളുകളുടെ ഡയലോഗ് ഒഴിച്ച് ബാക്കിയുള്ള സകല ശബ്ദവും മധ്യതിരാങ്കൂർ മുഴുവൻ സഞ്ചരിച്ച് പല സമയങ്ങളിലെ പല ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്ത് എടുത്തതാണ്. പീരിക്കാട്
മുതുകുളം എന്നൊക്കെ ഭാഗങ്ങളിലൊക്കെയുള്ള ചില ശബ്ദങ്ങളുണ്ട്. അത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാ വീടുകളിലും നാമം ജപിക്കുന്ന ഒരു പതിവുണ്ട്. ഇത് ഈ പടത്തിൽ കേൾക്കാം. അതുപോലെ തന്നെ കള്ള് ഷാപ്പിലെ ആളുകൾ ഇരുന്ന് സംസാരിക്കുന്നത്, അവർ തമ്മിലുള്ള വഴക്കുകൂടൽ, അതിൻ്റെ ഒരു നല്ല ശതമാനം ഒരു വൈകുന്നേരം നല്ല ബിസിനസ് നടക്കുന്ന സമയം ഒരു കള്ള് ഷാപ്പിനുള്ളിൽ പോയി വിളിച്ചിരുന്നിട്ട് റെക്കോർഡ് ചെയ്ത ശബ്ദങ്ങളാണ്. അവളെ സ്വയംവരത്തിന് ഞങ്ങൾ ഒരിക്കൽ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്നതിൻ്റെ ശബ്ദം, യഥാർത്ഥത്തിൽ ഒരാളിനെ അങ്ങനെ നിർത്തിയിട്ട് പഠിപ്പിക്കുന്ന ശബ്ദം എടുക്കുന്നതിന് പകരം ട്യൂട്ടോറിയൽ കോളേജിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി നിന്നിട്ട്, മതിലിന് പുറത്ത് നിന്നിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പം ഏതോ അടുത്ത ട്യൂട്ടോറിയലിലെ വല്ലവരും സ്പൈങ് ചെയ്യുകയാണെന്ന് കരുതിയിട്ട് ഈ ട്യൂട്ടോറിയൽ ഉടമ വന്ന് ഞങ്ങളെ വരട്ടിയ ഒരു സംഭവമുണ്ട്. ഞങ്ങൾ കേസ് കൊടുക്കും, പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് തമാശകളൊന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് വെച്ച് മദ്യപന്മാർ ഞങ്ങൾ റെക്കോർഡ് ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളെ തല്ലാൻ ഓടിച്ചിട്ടുണ്ട്.